ഈ വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ചില പെരട്ടുകൾ പറയുന്നത് വെറുതെയല്ല. നീ ഇവിടെയായിരുന്നോ? വാ. ഞാൻ പൊളിക്കും. അച്ചായോ, നമ്മുടെ നായരല്ലേ അവിടെ നടി വാങ്ങുന്നേ? ഈ നാറി എവിടെ പോയാലും ഇതവസ്ഥ. ഇനി നിന്നെ കണ്ടാ ഇങ്ങോട്ട് കയറി. നീ പയ്യും താഴെ ഇരുന്നു, ഞാൻ പോയി നോക്കിയേച്ചും വരാം. അല്ല അല്ല ഇതാര് നായരോ? തണുപ്പൊക്കെ ഉണ്ടോ? തന്നെ കാണാനേ ഇല്ലല്ലോ. ആ എന്നാ ചായോ കൊള്ളിച്ചൊരു ചോദ്യം? ഒന്നുമില്ല, ഞാൻ കണ്ടു. അല്ല വേറെ ഒന്നുമല്ല, ഇവിടെ ഈ പോലീസ് പെട്രോളിങ്ങുള്ള സ്ഥലമാണ്. പൊക്കിയാൻ കൊണ്ടുപോകും. അല്ല എനിക്ക് പരിചയമുള്ള ഒരാളെ പോലെ തോന്നി, അതുകൊണ്ടാ. ആ ഉവ്വ. ആ എന്നാ നോക്കാനും പറ്റത്തില്ലേ? ഈ കല ഇവിടെയും വായനോട്ടെന്ന് തന്നെ പറയുന്നേ. അതൊക്കെ പോട്ടെ, അച്ചായൻ എന്നാ ഇവിടെ? എനിക്ക് അർജൻറ്റായിട്ട് ഒരാളെ കാണണ്ടായിരുന്നേ. അത് പോട്ടെ. ഇന്ന് എന്നാ പരിപാടി? ഫ്രീ ആണോ? വേണേ ഫ്രീ ആവോ. ഞാൻ ഓൾറെഡി ഫ്രീ ആണ്. അത് ശരി, രാവിലെ ഒരുങ്ങി കെട്ടി ഹണ്ടിങ്ങിന് അറിയിക്കാല്ലേ? വേണേ മതി. ഒരു വെറൈറ്റി സാധനം വന്നിട്ടുണ്ട്. ആണോ? എങ്കിൽ ഞാനും ഫ്രീയാ. വാ അച്ചായോ, ഇതിനൊരെണ്ണത്തിന് കൊണ്ടുപോയി കറി വെച്ചാലോ? കൊള്ളാം, വിവരം അറിയും. ശരിക്കും വിവരം അറിയും. സാരിത്തുമ്പോ എവിടെ? അവൾക്കിന്ന് ഡ്യൂട്ടിയാണ്, ഡേ ഷിഫ്റ്റ്. തോന്നി. എന്നായാലും നന്നായി. അല്ലേ നീയൊക്കെ എപ്പോഴും വാലും ചുരുട്ടി മാളത്തേക്ക് കയറിയിരുന്നേ. നിങ്ങൾ വലിയ വിസ ഓൾഡർ, നമ്മൾ പാവം ഡിപ്പെൻഡന്റ്. എനിക്ക് ലോട്ടറി അടിച്ച് കിട്ടിയ സാധനമൊന്നുമല്ല. ഒരുത്തനും മെനക്കെടാനും വയ്യ, എന്നിട്ട് ഒടുക്കത്തെ ഡയലോഗും അല്ലേ. എടോ നായരെ, ഞാനൊരു കഥ പറയട്ടെ. പാവാട എപ്പോഴും സാരിയുടെ അടിയിൽ തന്നെ ആയിരിക്കും. ഏട്ടോ അലവലാതി അച്ചായോ, ഒരൽപ്പന എന്നും ഒരൽപ്പനായി. ശരി, വാ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കാം. എന്ത് ദുരന്തം ജീവിതമാണോ അച്ചായോ ഇവിടെ? എന്നെ അവനും തല്ലി കിട്ടിയോണ്ടാണോ? അതല്ലടോ, ഞാൻ പണിയെടുത്ത് കിട്ടുന്നത് കാശ് തന്നെയല്ലേ. പൗണ്ട്സ്. ദുബായ് ലൈഫിലൊന്നും അല്ലല്ലോ. അവൾക്ക് തന്നെ ഒരു വിലയില്ലോ ഇവിടെ. ഇപ്പം അവളുടെ പേരിൽ ഒരു വീട് കൂടെ വാങ്ങിച്ചപ്പോഴത്തേക്കും അവൾക്ക് മൊട. ആ പഴയ മീനുവേ അല്ല അവള്, ഒരുമാതിരി. നീ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. താൻ ആ ക്ലാസ് നീക്കി പൊട്ടിക്കാത്ത കാര്യം പറ. ഇങ്ങനെ വളവളാന്ന് പറഞ്ഞാൽ എങ്ങനെ? അളിയൻ പറ. കിച്ചണിൽ അറിയാതെ എങ്ങനെ വേസ്റ്റ് കണ്ട കുറ്റം, കൈ കഴുകുമ്പോ വെള്ളം തെറിച്ച കുറ്റം, മുടി കൊഴിഞ്ഞ കുറ്റം, കൂറക്കം വലിച്ച കുറ്റം, സമാധാനമായിട്ടൊന്ന് മൊബൈൽ നോക്കാന്ന് വെച്ചാൽ അതും കുറ്റം, എല്ലാം മറക്കാം വല്ലപ്പോഴും 2 പെഗ് അടിക്കാന്ന് വെച്ചാൽ കള്ളു കാണുന്നതേ അവള് നാഗവല്ലയോ. വീട് അവളുടെ പേരില്, കറണ്ട് കണക്ഷൻ, ഫോൺ കണക്ഷൻ, വെള്ളം, ഗ്യാസ്, ഇന്റർനെറ്റ് തുടങ്ങിയ സകലമായ സാധനങ്ങൾ അവളുടെ പേരിൽ. 2 കാറും അതും അവളുടെ പേരിൽ. ഒരു മേൽവിലാസില്ലാത്ത ജീവിതച്ചായോ, ഒരുമാതിരി വലിയ വീട്ടിലെ ബാല്യക്കാരുടെ അവസ്ഥ. ഏജൻസിക്കാർ കഴിഞ്ഞാലാണ് ആഴ്ചയിൽ 2-3 ദിവസം ഏതെങ്കിലും വർക്ക് ശരിയാവുന്നത്.
അവിടെ പോയാലോ 12 മണിക്കൂർ ഒരേ നിൽപ്പ്. അത് കഴിഞ്ഞാൽ വീട്ടിലെ പണി, പിള്ളേരെ നോക്കണം, സ്കൂളിൽ വിടണം, കൊണ്ടുവരണം, കടയിൽ പോകണം, മീൻ വെട്ടണം, ചോറും കറിയും വെക്കണം. ഓഫ്. പാത്രം കഴുകണം, തുണി അലക്കണം, പിന്നെ അത് ഊതി ഉണക്കണം. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി അതും അളിയന് ബുദ്ധിമുട്ടായോ? അങ്ങനെ പറയരുത്, അത് നമ്മുടെ കൂടെ ആവശ്യമല്ലേ. അതല്ലട തേണ്ടി, രാത്രി കിടക്കാൻ നേരത്ത് ഒറ്റ ചോദ്യമാ, നിങ്ങക്ക് ഇവിടെ എന്ത് മലമറക്കല പണിയെന്ന്. ആ, ഇതാണ് ഈ പാവാട വിസയുടെ കുഴപ്പം. ഓ, എനിക്കത് പറയാം. ഇയാള് വലിയ വിസാകാരൻ, മെയിൽ നേഴ്സ്. ഇവൻ്റെ കഥയ്ക്കൊരു കുമ്പില്ല. അടുത്ത അടിമയെ വിളിക്കാം. അളയാ, എന്തൊക്കെയുണ്ടോ വെച്ചാനെ? നീ എവിടാ? ആ, എന്നാ പരിപാടി? ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങ്, 2.5 അടിക്കാം. എടാ, ഇവിടെ സ്റ്റോക്ക് തീരാറായി. നീ ആ ഗൾഫ് സാധനം കൊണ്ടുവരെ. അവനങ്ങനെ വരികയാണ്. അച്ചായോ? ആ, അച്ചായൻ പറഞ്ഞ സാധനം. വാ വാ വാ, അകത്തോട്ട് വാ, നായരകത്തോണ്ട്. ഹലോ, ഇങ്ങോട്ട് കയറി വിരിഞ്ഞല്ല. ഊഞ്ഞാല ഊഞ്ഞാല. അടി ആടാ, എന്നാ നീ കയറിയിരുന്ന ആള് 68%. അച്ചായ, കോയ്ക്ക് ക്ലാസ്. അളിയന്മാരെ, നിങ്ങളിരിക്കും, ഞാനൊന്ന് പെടുത്ത ശേഷം വരാം. അച്ചായോ, ഇവനിത് എന്ത് പറ്റി? ഇവനിത് ഇങ്ങനൊന്നും പതിവില്ലാത്താണല്ലോ. എൻ്റെ കോയ ഒന്നും പറയണ്ട. ഓനിത്രയൊക്കെ പറയണ്. ഞാനാണെങ്കിൽ നേരെ ചൊവ്വ സൂര്യനെ കണ്ടിട്ട് മാസങ്ങളോളായി. സ്വാഭാവികം. ഫുൾ ടൈം ഊഞ്ഞൻ, നൈറ്റ് ഡ്യൂട്ടിയോട് നൈറ്റ് ഡ്യൂട്ടി, പകലുറക്കവും രാത്രി ഫുഡ് ഡെലിവറി. സൗദിയിൽ ലക്ഷങ്ങൾ സാലറി വാങ്ങിച്ചോണ്ടിരുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു ഞാൻ. എഞ്ചിനീയർ? ഇവിടെ എല്ലാ എഞ്ചിനീയർമാരുടെ അവസ്ഥ തന്നെ. ലോയാ, ഇന്നിപ്പോ ഉറങ്ങണ്ടേ? അതിനിടയിലല്ലേ ഞാൻ വിളിച്ചത്. ആ, അളിയനടി, ചുമ്മാതങ്ങടി. അല്ലെങ്കിൽ അധികം വേണ്ടല്ലേ, ഓളറിഞ്ഞ കലിപ്പ, പിന്നെ മൊത്തത്തിൽ പട്ടിണിയാവും. അതൊക്കെ എൻ്റെ ഭാര്യ. ഞാൻ 2 അടിക്കും, അവള് 2 അടിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ നൈസ് ആൻഡ് സ്മൂത്ത്. ഇത് എൻ്റെ ഒരു സമയം. ഡേയ്, ഇതിനൊക്കെ ഒരു നാക്കുണ്ട്. നമ്മൾ ഇവൾമാരൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്തണം. ഒരു വര വരച്ചാൽ അതിനപ്പുറം പോകരുത്. പക്ഷെ വര ആരും വരയ്ക്കും? വര ഞാൻ വരയ്ക്കും. അളിയന്മാരെ, ഞാനിപ്പോ വരാവേ. ആ മോളെ, പറഞ്ഞോ. അച്ചായോ, എവിടെയാ? ഞാൻ നിവർന്നോട്ടെ. ഓ, അയ്യോ, നീ അവിടുന്ന് പോകുന്നില്ല ഇതുവരെ? മാഡം, നിവരാൻ വേണ്ടി കുനിഞ്ഞതായിരിക്കും അല്ലയോ? എന്നാടി, എന്നതാ അവിടെ?
ഓ ഇവിടെ പറഞ്ഞ അച്ചായോ. ഒരു പരിപാടിടാ. വീട്ടിൽ കയറാൻ പരിപാടിയൊന്നുമില്ലേ? നന്നായിക്കോട്ടാ എനിക്കൊക്കെ. എന്റെ പേരെന്താ പറഞ്ഞ? കോയാന്ന്. വീട് എവിടെ? മലപ്പുറം. ആ 9 ഓഫായി പോയല്ലോ. എന്തു പറ്റി ഫോണിന്? ബാത്റൂമിൽ പോയപ്പോ ഫോണിൽ വെള്ളം കയറിയെന്നൊരു സംശയം. അത്രേ ഉള്ളൂ. ഇടുതാ, ഞാൻ ശരിയാക്കി തരാം. ഇതിൽ വെള്ളം കയറിയതാ. നായരെ മോളെ എന്നാ വെച്ചോ, ഞാനൊരു മീറ്റിങ്ങിലോട്ട് കയറുക, പിന്നെ വിളിക്കാം കേട്ടോ. ഓഹ്, യുവമാരൊക്കെ 2 പേഗ് അടിച്ച കൗട്ടയാണല്ലോ എൻ്റെ ചാത്തന്മാരെ. എടാ എഴുന്നേക്കടാ, അവളിങ്ങെത്താൻ സമയമായി. ഡോ ഡോ നായരെ, എഴുന്നേറ്റ് പോടോ. ഒഴിവാക്കാണല്ലോടാ. ഓഫ്, ഇതൊരു നരകായി തീർന്നല്ലോ എൻ്റെ കർത്താവേ. ഈ 2 കുരിച്ചുകൂടി ഞാൻ ചോക്കണല്ലോ. ഓഫ്, ഓ തീർന്നു. അല്ല, ഇതാരും മീനുവോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ആ എന്താ ഞാനിവിടെ നിൽക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? എന്റെ നായരെ കണ്ടോ? അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആര്? നായരോ? ഉണ്ട്, നായരകത്തുണ്ട്. അല്ല മീനു, ഈശ്വരാ, ഇയാൾ ഇവിടെ തന്നെ കിടക്കട്ടെ. ഈ ദുഷ്ടൻ സ്കൂളിൽ നിന്ന് മോനെ വിളിച്ചില്ല, ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫും. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞ അവരാണ് കൊച്ചിനെടുത്തത്. മനുഷ്യനെ നാണം കെടുത്തുന്ന ഒരു പരിധിയൊക്കെ ഇല്ലേ? മടുത്തു ഞാൻ. കള്ളക്കോയാ, എന്നെ കൂടെ കൊണ്ടുപോടാ. നീ പോടെ പട്ടി. ഞാൻ എടുത്തോളട്ടാ. എന്താ മനുഷ്യ ഇത്? നിങ്ങൾ എന്തൊക്കെയാ ഒപ്പിച്ച് വെച്ചേക്കുന്നേ? മോളെ, അത് ഇന്ന് രാവിലെ ഒരു കുപ്പിയായിട്ട് അവർ വന്നു. എന്നോട് കമ്പനി തരുമെന്ന് ചോദിച്ചു. അവരവരുടെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞു. ആ കുപ്പി മുഴുവൻ കഴിച്ചു. ഓഹോ, ഇറക്കി വിടാൻ പറ്റുമോ? നിങ്ങൾ കുടിച്ചില്ലേ? ഒറ്റ ഒരെണ്ണം, ജസ്റ്റ് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി. വേണം വേണം, കമ്പനി കൊടുക്കണം. ഒരു മര്യാദക്കാരൻ. ഞാൻ വിളിച്ചപ്പോ നിങ്ങളെ കിട്ടിയില്ലല്ലോ. മീനുവിൻ്റെ കാര്യമല്ലേ, അത് ഞാൻ ശരിക്കോളാം, നീ പേടിക്കണ്ട. നിങ്ങളുടെ ഫോണൊന്ന് കാണിച്ചേ. പതുക്കെ പതുക്കെ സൂക്ഷിച്ച് വീഴത്തി. മോളൂസ്, ബോധം വീണോ? വന്ന ബോധം ഇപ്പോൾ പോയേനെ. മതി മതി എന്ന് പറഞ്ഞവൻ കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ഭാര്യ ഭർത്താവും തമ്മിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞു തീർക്കണമെന്ന്. ഇതിപ്പം ഞാൻ അറിഞ്ഞത് പോട്ടെ, ആ കോയ കൂടെ അറിഞ്ഞില്ലേ? ആഹാ, അവനും ഉണ്ടായിരുന്നോ? അതേന്നേ, ഇവർ 2 പേരും കൂടിയല്ലേ കുപ്പി മേടിച്ചുകൊണ്ടു വന്നു.
ഞാൻ അവന്റെ വൈഫിനൊന്ന് വിളിച്ചു നോക്കട്ടെ. രണ്ടിന്റെ മുടിഞ്ഞ കുടി ഞാൻ ഇന്നത്തോടെ നിർത്തുന്നുണ്ട്. വേണം, പറയണം. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇതിനെ ആവർത്തിക്കരുന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പോകട്ടെ, കുറച്ച് തിരക്കുണ്ട്. അവൾക്ക് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എടാ, ഇനി മേലാതെ ആവർത്തിക്കരുത്. കേരടാ. ഓക്കെ എന്നാ. അതൊക്കെ എൻ്റെ ഭാര്യ. ഞാൻ 2 അടിക്കും, അവള് 2 അടിക്കും. വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ചില പെരട്ടകൾ പറയുന്നത് വെറുതെയല്ല. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു? കിടിലൻ ടൂളാണല്ലോ നേരെ. കർത്താവേ, ഇതെന്നെ തല്ലാനാണല്ലോ. അയ്യോ.